ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഓർത്ത് കുറേ നാളായ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഇനി ചെയ്യുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിരിക്കുന്ന വീഡിയോ തന്നെ തുടങ്ങാമെന്ന്. സോ നമുക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിരുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിന്ററിനെ കുറിച്ചാണ്. പ്രിന്റർ ഏതാണ് വാങ്ങിയിരിക്കുന്നത്, ഏത് പേപ്പറാണ് ഉപയോഗിക്കുന്നത്, പിന്നെ ഇത്ര നാൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് റിവ്യൂ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് പേര് മെസ്സേജ് ഉണ്ട്. കൂടുതൽ ആന്റിമാരും ചേച്ചിമാരൊക്കെയാണ് മെസ്സേജ് അയച്ചേക്കുന്നത്, റിവ്യൂ ഒന്ന് പറയാൻ മോളെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. നമ്മൾ ഈ അടുത്തൊരു ഇൻസ്റ്റാഗ്രാം റീൽ ഇട്ടിട്ടുണ്ടായി. സോ അതിന് താഴത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലിങ്കിനെ കുറിച്ചും ഡീറ്റെയിൽസ് പറയുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഓർത്തു അങ്ങനെ വീഡിയോ ചെയ്യാമെന്ന്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രിന്ററാണ് യൂസ് ചെയ്യുന്നതാണ്. സോ നമ്മൾ ഉപയോഗിക്കുന്നത് എപ്സന്റെ L3250 പ്രിന്ററാണ്. ഇത് വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ബിഗ് ബില്യൺ ഡേയ്സിന്റെ ആ ടൈമിലൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഈ പ്രിന്റർ വാങ്ങിച്ചത്. എനിക്ക് ഈ പ്രിന്റർ കിട്ടിയത് അറൌണ്ട് 13,000 14,000 റുപ്പീസിനാണ്. ഇപ്പൊ അതെങ്ങനെയാണെന്ന് അറിയില്ല, 15,000 റേഞ്ച് ഒക്കെ വരും ഏകദേശം. സോ ലിങ്ക് ഒക്കെ ചോദിച്ചിട്ട് കുറച്ച് പേര് മെസ്സേജ് ഉണ്ടായി. സോ നമ്മുടെ ആ വീഡിയോയുടെ താഴത്ത് കമന്റ് ചെയ്യുന്നവർക്ക് ലിങ്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുന്നതാണ്. പിന്നെ വന്നിട്ട് ഏറ്റവും കൂടുതൽ പ്രിന്ററിനേക്കാൾ കൂടുതൽ ആൾക്കാർ ചോദിച്ചിരിക്കുന്നത് ഏത് പേപ്പറാണ് യൂസ് ചെയ്യുന്നതാണ്. സോ ഈ ഫോട്ടോഗ്രാഫി പേപ്പറാണ് നമ്മളിപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്നത്. സോ ഇത് വന്നിട്ട് നമ്മൾ ലോക്കൽ സ്റ്റോറിൽ നിന്നാണ് വാങ്ങുന്നത്, ഓൺലൈൻ അല്ല. സോ ഡീറ്റെയിൽസും കാര്യങ്ങളും വേണമെങ്കിൽ നമ്മൾ ആ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇതിന്റെ പേര് വന്നിട്ട് നാസ പ്രീമിയം 210. ലൈക്ക് ആക്ച്വലി ഇത് 260 GSM ആണ്. 210 എന്നാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റൻ ഇസ് ഏത് ഇങ്കാണ് യൂസ് ചെയ്യുന്നതെന്ന്. അത് വലിയൊരു സ്റ്റോറിയാണ്. ഞാൻ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഓൾറെഡി പ്രിന്ററിന്റെ ഒപ്പം കിട്ടിയ ഇങ്കാണ്. അതിനുശേഷം കുറച്ച് റിസർച്ച് ചെയ്തതിനു ശേഷം എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ആമസോണിൽ നിന്നാണ് അറിയാൻ പാടില്ല, ഞാനൊരു ഇങ്ക് വാങ്ങിച്ചത്. കറക്റ്റ് ഡിക്റ്റോ നമ്മുടെ നോർമൽ ഇങ്കിനെ പോലെ തന്നെ ഇരിക്കും, ബട്ട് പ്രൈസ് കുറവാണ്. അറൌണ്ട് 2000 സംതിങ്ങിന്റെ സാധനം നമുക്ക് 400-500 റുപ്പീസാണ് കിട്ടുന്നത്. സോ നമ്മൾ ലാഭമുള്ള അടുത്തേക്കല്ലേ പോകുള്ളൂ. അപ്പൊ ഞാൻ ഓട്ടോമാറ്റിക്കലി അത് വാങ്ങിച്ചതിന് ശേഷം ഞാൻ റിവ്യൂ പോലെ വീട്ടിട്ടുണ്ടായി, ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നുണ്ട്. സോ എനിക്ക് റാൻഡം ആയിട്ട് ചേച്ചി മെസ്സേജ് ആണ് വാട്സപ്പില്, മെസ്സേജ് ആണില്ല. സോ ഇതാണ് മെസ്സേജ്. തൻസീന ചേച്ചി, താങ്ക്സ് ടു യു. ആ ചേച്ചി എനിക്ക് ലോങ് ഓഡിയോസ് ആയിട്ടുണ്ട് വെച്ചത്. ആ ചേച്ചി എന്നെ പോലെ തന്നെ ഇങ്ങനെ ഒരു ഇങ്ക് യൂസ് ചെയ്തിട്ടുണ്ടായി. യൂസ് ചെയ്തതിനു ശേഷം പ്രിന്ററിന് ഭയങ്കര ഡാമേജ് വന്നു, അതിന്റെ ഹെഡ് കംപ്ലൈന്റ് ആയി. അപ്പോൾ സർവീസ് സെന്ററിൽ വന്നപ്പോൾ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നോർമൽ നമ്മുടെ എപ്സന്റെ തന്നെ ഇങ്ക് ഉപയോഗിക്കണം, വേറെ ഇങ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡാമേജ് വരും. അപ്പൊ അത് അവർ തന്നെ നോക്കണം, ലൈക്ക് അതിന് അവർ കുറച്ച് ചീത്ത കേട്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ ചേച്ചിക്ക് നമ്മളെ കൂടുതൽ അറിയാനും പാടില്ല, നമ്മളോട് വന്ന് ഹെൽപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ബട്ട് ആ ചേച്ചി എന്താണ് ദൈവത്തിനെ പോലെ ആ ചേച്ചി വന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ആ ദിവസം രാത്രി ഈ ഇങ്ക് റീഫിൽ ചെയ്യാൻ വേണ്ടി ഇരുന്നേച്ച. പക്ഷെ എന്തോ കാരണവശാൽ അത് പറ്റിയില്ല, ഇങ്ക് റീഫിൽ ചെയ്യാണ്ട്. എന്തോ ഭാഗ്യം തന്നെ പറയാം. ചേച്ചി വന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ എപ്സന്റെ തന്നെ പ്രിന്റർ ഇങ്ക് വാങ്ങിച്ചിട്ടുണ്ടായി. സോ അതിന് ഇങ്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടി ചോദിക്കുന്നവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത് എപ്സന്റെ തന്നെ ഒറിജിനൽ ഇങ്ക് ആണ്. അത് വന്നിട്ട് ഒരെണ്ണത്തിന് 599 650 വരും. 4 ഇങ്ക് വാങ്ങി കഴിയുമ്പോൾ തന്നെ 2000 രൂപ പൊട്ടി. 2000 രൂപയുടെ അല്ല, ഞാൻ വിചാരിച്ചു നമ്മൾ ഈ ഡ്യൂപ്ലി ഇങ്ക് വാങ്ങിച്ച് ക്വാളിറ്റി കളയണ്ടല്ല, വെറുതെ ഇതിന്റെ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ച് പ്രിന്റർ കേടാക്കണേന്ന് ഓർത്തിട്ടാണ് ഈ ഇങ്ക് വാങ്ങിച്ചത്. പിന്നെ അത് മെയിൻ ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ പ്രിന്റർ വാങ്ങിച്ച എത്ര ദിവസത്തിന് ശേഷമാണ് നമ്മുടെ ഓൾറെഡി ഇപ്പൊ പ്രിന്ററിന്റെ ഒപ്പം കിട്ടിയ ഇങ്ക് തീർന്നതെന്നാണ്. ഞാൻ ഒക്ടോബറിൽ വാങ്ങിച്ചു. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി ആയപ്പോഴാണ് എന്റെ തരുന്നത്. ലൈക്ക് 4 months. അറൌണ്ട് ഒരു 500 600 700 650 പോട്ടെ 650 പേപ്പേഴ്സ് ഞാൻ പ്രിന്റ് എടുത്തിട്ടുണ്ട്. അതും ഫോട്ടോഗ്ലോസി പേപ്പർ. നോർമൽ പേപ്പർ എടുക്കുന്നതിനേക്കാളും ഇരട്ടിയാണ് ഇങ്ക് ഈ ഫോട്ടോഗ്ലോസി പേപ്പറിൽ നമുക്ക് ഇങ്ക് പോണത്. സോ 600-650 റേഞ്ചിലുള്ള അത്രയും പേപ്പേഴ്സ് ചെയ്യാനുണ്ട് ആ ഇങ്ക്. പിന്നെ വന്ന മെയിൻ ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ എത്ര നേരം എടുക്കും ഈ പ്രിന്റ് എടുക്കാനായിട്ട്. അതിന് ഞാൻ വലിയ സജസ്റ്റ് ചെയ്യില്ല. ഈ പ്രിന്റർ അറൌണ്ട് ഒരു 5 to 6 to 7 മിനിറ്റ്സ് എടുക്കും ഒരു പേപ്പർ പ്രിന്റ് ചെയ്തിട്ടായിട്ട്. ഞാനത് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞില്ല. ഞാൻ ഇവിടുന്ന് ഒരു 12-14 പേപ്പേഴ്സ് പ്രിന്റ് ചെയ്യാൻ വെച്ചു. അത് കഴിഞ്ഞ് എന്റെ കണ്ണിന് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് ഞാൻ തൃപ്പൂണിത്തുറ വരെ പോയിട്ടുണ്ടായി. ഡോക്ടറിനെ കണ്ട് ഇവിടുന്ന് തൃപ്പൂണിത്തുറ 15 മിനിറ്റ്, ഡോക്ടറെ കണ്ട് 10-12 മിനിറ്റ് കൂട്ടിക്കും. അരമണിക്കൂറായി ഏകദേശം. എന്നിട്ട് തിരിച്ചു വരുമ്പോഴാണ് അത്രയും പ്രിന്റ് എടുത്ത് തീർന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അരമണിക്കൂർ എടുക്കും ഒരു 10-14 ഫോട്ടോസ് പ്രിന്റ് എടുക്കാൻ വേണ്ടി. അത്രയും ടൈം എടുക്കും. ലൈക്ക് ഇഫ് യു ആർ നോട്ട് ഹാവിംഗ് ദാറ്റ് മച്ച് ടൈം, ഐ വോണ്ട് റെഫർ ദിസ്. അല്ലെങ്കിൽ നിങ്ങൾ A3 പ്രിന്റർ വാങ്ങണമെങ്കിൽ നല്ലത്. എപ്സന്റെ A3 പ്രിന്റർ ഉണ്ട്. സോ അത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം. സോ ഇതൊക്കെയാണ് എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ് വെച്ച് കഴിഞ്ഞാൽ. സോ ഇതേപോലെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക.
and don't forget to subscribe. Thank you.